നമ്മൾ ചോറും സാമ്പാറും അത് ഒരു പ്രത്യേക ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ആ ചോറിന് സാമ്പാർ. അപ്പൊ എന്താ വെച്ചാല് നമുക്കിപ്പോ ഇന്ന് സാമ്പാറാണ്. സാമ്പാർ നമ്മൾ വറുത്തരച്ച സാമ്പാറാണ്. അങ്ങനെയാണ് ഇപ്പൊ ഇന്ന് സാമ്പാർ വെക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ട് അതായത് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തന്നെ സാമ്പാറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങ വറക്കാനുള്ളതാണ്, വറുത്തരക്കാനുള്ളതാണ്. അതിലിപ്പോൾ തേങ്ങ, അതുപോലെ ചെറിയ ഉള്ളി, കറിവേപ്പില, അപ്പോൾ അത് വറക്കലാണ്. ഇന്നിപ്പോൾ വറുത്തരച്ച സാമ്പാറാണ്. അപ്പം അമ്മ ആദ്യം അത് വറക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിപ്പൊടി അതും ചേർക്കുന്നുണ്ട്. ഇത്രയാണ് വറക്കാൻ നമ്മളിതിൽ ചേർക്കുന്നത്. ഇനിയിപ്പോൾ അത് ഒക്കെ ഒന്നുകൊണ്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ അതിവിടെ അരച്ചെടുത്തു. ആദ്യം തന്നെ അത് അരച്ച് വെക്കാമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാനുള്ളതാണ്. അതൊന്ന് വെള്ളത്തിലിട്ട് നല്ലോണം കുതിർത്ത് കഴുകിയ ശേഷം നമുക്കിനി കുക്കറിലിട്ട് അത് വേവിച്ചെടുക്കണം. ഇപ്പോൾ സാമ്പാർ വെക്കാനുള്ള കഷ്ണങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ പച്ചക്കറികളും, അത്യാവശ്യം എല്ലാ ചേരുവകളും ഉണ്ട്, പച്ചക്കറികൾ. അപ്പോൾ ഇനി ഓരോ നന്നാക്കാം. നമുക്ക് വലിയ ഉള്ളി അതെടുക്കാം. അതൊക്കെ ഒന്ന് തോലൊക്കെ പൊളിച്ച് ആദ്യം തന്നെ ഓരോന്നൊക്കെ റെഡിയാക്കി വെക്കണം. പിന്നെ കിഴങ്ങ്, പിന്നെ കത്തിരിക്കയാണ്. അത് അത്യാവശ്യം വലിപ്പമുള്ള ഒന്ന് തന്നെയാണ്. പിന്നെ ക്യാരറ്റ്, പിന്നെ മുരിങ്ങാക്കായ, ഇപ്പോൾ കുറച്ച് ദിവസമായി സാമ്പാർ ഉണ്ടാക്കിയിട്ട്, പ്രത്യേകിച്ച് വറുത്തരച്ചത്. അപ്പോൾ അതാണ് ഇപ്പം ഇന്നതാക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ പിന്നെ മത്തൻ ഒരു ചെറിയ കഷ്ണം അതിൽ ചേർക്കും. രസമാണ്, എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. എല്ലാം തോലൊക്കെ ചെത്തി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക, മുരിങ്ങക്കായ അതോടെ വേറെ വെച്ചിട്ടുണ്ട്. ഇനി കിഴങ്ങ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു കിഴങ്ങ് തന്നെയാണ്. ഇനിയിപ്പോൾ ഓരോന്നും നുറുക്കാൻ നമുക്ക്. ഇന്നിപ്പോൾ കാര്യമായിട്ട് നമുക്ക് സാമ്പാർ തന്നെയാണ്. ഇനി തോരൻ അങ്ങനെയുള്ളതൊന്നും ഇല്ല ഇപ്പം ഇന്ന്. ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അതായത് നമുക്ക് സാമ്പാർ. ക്യാരറ്റ് പിന്നെ ഇങ്ങനെ ഒക്കെ ഒരു പാകം വലുപ്പത്തിന്, ഒരുപാട് വലുപ്പത്തിലും അല്ല, അങ്ങനെ ഈ ഒരു പരുവത്തിൽ അങ്ങനെയാണ് നുറുക്കിയെടുക്കാം. മത്തൻ ചേർക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു മധുരം കൂടി ഉണ്ടാക്കും. നല്ല രസമാണത്. അത്യാവശ്യം നല്ല മൂത്ത മത്തൻ തന്നെയാണ്. സാമ്പാർക്ക് ആകുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഓലിൻ്റെ പോലെ അല്ലല്ലോ, ഇങ്ങനെ ഉണ്ട് നുറുക്കിയിടാം. വലിയ കത്രിക തന്നെയാണ്. കത്രിക പിന്നെ ചെറിയൊരു പുഴുക്കുത്ത് പോലെ ഉണ്ടാവും, ഒരു കേട്. ആ ഭാഗം കൊണ്ട് ഒഴിവാക്കിയാൽ മതി. കത്രിക പിന്നെ എന്തായാലും ഉണ്ടാവും. അതിന് വലിയ കുഴപ്പമില്ല. അതും ഇങ്ങനെ ഉണ്ട്, ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇടാം. പിന്നെ ഇപ്പം നമുക്ക് തക്കാളി സാമ്പാറിൽ പ്രധാനമാണല്ലോ.
അപ്പോൾ ഇനി ഇതാ നമ്മൾ പരിപ്പ് ഒരു 3 വിസിൽ കഴിഞ്ഞ ശേഷം ഇതാ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ അതിൽ ചേർക്കാം. അതിൽ നമ്മൾ വെണ്ടയ്ക്കയും മുരിങ്ങക്കായ അല്ലാത്ത കഷ്ണങ്ങളൊക്കെ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം വെള്ളം കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക മുരിങ്ങക്കായൊക്കെ ഒന്ന് മുറിച്ചൊക്കെ റെഡിയാക്കി വയ്ക്കാം. ഇതിപ്പോൾ അതിൽ ഒന്ന് കിട്ടെ നമ്മളൊരു ഒരൊറ്റ വിസിൽ കുക്കർ അടച്ചു വെച്ച് വേവിക്കും. അത് ഇതാ ഒരു വിസിൽ കഴിഞ്ഞ ശേഷം ഒക്കെ വെന്തിട്ടുണ്ട്, അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വെണ്ടയ്ക്ക അതൊക്കെ ഇടാളല്ലേ. ഇതാ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഇനി അതുകൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പുളി പിഴിഞ്ഞ് പാരാണ്ട് ഇതാ, അപ്പോൾ അത് പിഴിഞ്ഞ് പാരാണ് അമ്മ. പിന്നെ ഇതാ സാമ്പാർ പൊടി. ഇപ്പം നമ്മൾ ഉപ്പ് ലേശം ചേർത്താണ് ആദ്യം, എന്നാലും കുറച്ചുകൂടി ഉപ്പ് കുറവുണ്ട്. ഇനിയിപ്പോൾ അത് ഇതാ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമ്മൾ അരച്ച് വെച്ച് ചേർക്കുകയാണ്. അത്യാവശ്യമൊക്കെ എല്ലാ കഷ്ണങ്ങളും എല്ലാം വെന്തുണ്ട് വേണ്ട. ഇനി കറിവേപ്പില അത് ചേർക്കാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വറവിടണം. വെളിച്ചെണ്ണയിൽ കടുക്, അതുപോലെ വറ്റൽമുളക് അത് താളിച്ച് ചേർക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി. ഏതായാലും ഊണ് കഴിക്കായി. ഇനിയിപ്പോൾ അമ്മയ്ക്ക് സാമ്പാർ കൊടുക്കാം. പിന്നെ ഇപ്പം ഇന്ന് പപ്പടം കാച്ചിയത്, അതുപോലെ മുളക് വറുത്തത്, അങ്ങനെയാണ്. ഇപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. അതിന് മതി, സാമ്പാർ ഉണ്ടെങ്കിൽ അതന്നെ മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.